നമസ്കാരം. റിസാല അപ്ഡേറ്റ് എയ്ഡം ബജറ്റ് സംവാദത്തിലേക്ക് സ്വാഗതം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന UDF സർക്കാർ തങ്ങളുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഇതൊരു സമ്പൂർണ്ണ ബജറ്റാണെന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ജനുവരിയിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൻ്റെ ഒരു പുതുക്കിയ രൂപമാണ് ഇന്ന് VD സതീശൻ അവതരിപ്പിച്ചത്. ഈ ബജറ്റിലൂടെ വികസനത്തെ സംബന്ധിച്ചും സാമ്പത്തിക നയത്തെ സംബന്ധിച്ചും ഒരു പുതിയ ദിശാബോധം നൽകുന്നുണ്ട് എന്നാണ് VD സതീശൻ അവകാശപ്പെടുന്നത്. മാത്രമല്ല, പുതിയ ചില സമീപനങ്ങൾ, വികസനത്തെ സംബന്ധിച്ച ചില പുതിയ സമീപനങ്ങളും ഈ ബജറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇത് എത്രമാത്രം പ്രായോഗികമാണ്? നേരത്തെ തന്നെ ഒരു ധവളപത്രം പുറത്തിറങ്ങിയിരുന്നു. അതിന് മുൻപായി ഒരു ബജറ്റ് രേഖ നമ്മുടെ മുന്നിലുണ്ട്. ഇത് രണ്ടും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പുതുക്കിയ ബജറ്റിനെ നമുക്ക് സമീപിക്കാൻ കഴിയുള്ളൂ. എന്താണ് ഈ ബജറ്റിൻ്റെ ഉള്ളടക്കം? ഏത് ദിശയിലേക്കാണ് ഈ ബജറ്റ് വിരൽ ചൂണ്ടുന്നത് എന്ന വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സാമ്പത്തിക നിരീക്ഷകനായ അഡ്വക്കേറ്റ് VK പ്രസാദ് ഉണ്ട്. സ്വാഗതം ഈ ചർച്ചയിലേക്ക്. പ്രസാദ് സാർ, ഈ ബജറ്റ് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഒരു ദിശാബോധത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 10 വർഷത്തിന് ശേഷമാണ് UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. വന്നതിന് ശേഷം ഈ ബജറ്റിനെക്കുറിച്ച് VD സതീശൻ പറയുന്നത് ചില സ്വപ്ന പദ്ധതികൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ആ സ്വപ്ന പദ്ധതികൾ ഒന്നാമതായി പറയുന്നത് സമുദ്രവും തീരദേശവുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയമാണ്. അതൊരു പുതിയ സമീപനമാണ്. അതിൻ്റെ ഏത് ദിശയിലേക്കാണ് എന്നൊക്കെയുള്ളത് നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. എന്തായാലും ആ ഒരു പുതിയ അപ്രോച്ച് ഈ ബജറ്റിലുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അത്തരത്തിലുള്ള ഒരു തീർത്തും വ്യത്യസ്തമായ പുതിയ ഒരു സമീപനം എന്ന നിലയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് മറൈൻ മേഖല, അത് ആ മേഖലയെ സംബന്ധിച്ച് കുറച്ച് വിശദമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സമുദ്ര മിഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള അവകാശവാദത്തിന് അടിസ്ഥാനമെങ്കിൽ അതിൽ വലിയ ഒരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ആ മിഷൻ സമുദ്രയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനത്തിന്റെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റും. അതോടൊപ്പം കേരളത്തിൽ ഒരു മാരിടൈം ഇക്കോണമി ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഇതിനൊക്കെ ആധാരമായി കാണിക്കുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് അടുത്ത കാലത്ത് പൂർത്തിയായി അതിന്റെ പ്രവർത്തനം ഒരു സമ്പൂർണ്ണാവസ്ഥയിലേക്ക് കടന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ കൂടുതലായി ഉപയോഗിക്കുവാൻ ഉള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഏത് ബജറ്റിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണല്ലോ. വാസ്തവത്തിൽ കഴിഞ്ഞ വർഷം KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ തന്നെ ആ വഴിക്കൊരു നീക്കമുണ്ടായിരുന്നു. അതിന് സമുദ്ര മിഷൻ എന്നൊന്നുമല്ല പേരിട്ടിരുന്നത് എന്ന് ശരിയാണ്. പക്ഷേ ഒരു കോറിഡോറിനെ സംബന്ധിച്ച് വളരെ കൃത്യമായും, അതായത് വിഴിഞ്ഞം പുനലൂർ കോറിഡോർ എന്ന രൂപത്തിൽ ഉള്ള ഒരു ഗ്രോത്ത് കോറിഡോറിനെ സംബന്ധിച്ച് ആ ബജറ്റിൽ അതിൽ വെറുതെ പറഞ്ഞു പോവുകയല്ല ചെയ്തത്. വളരെ വിശദമായി തന്നെ അതിനു വേണ്ടിയിട്ടുള്ള, അതിനോട് അനുബന്ധമായി തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് നാവായിക്കുളത്തേക്കുള്ള ഔട്ടർ റിംഗ് റോഡ് ഡെവലപ്പ് ചെയ്യുന്നതും അതിനു ചുറ്റും ഉള്ള ഹബ്ബുകൾക്ക് വേണ്ടിയിട്ടുള്ള ലാൻഡ് അക്വിസിഷനെ സംബന്ധിച്ചും ഒക്കെ അന്ന് വിശദമായി തന്നെ പറഞ്ഞിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സമുദ്ര മിഷൻ എന്ന പേര് പുതിയതാണ് എങ്കിലും അതിന്റെ ഉള്ളടക്കത്തിൽ അതത്ര പുതിയതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുറച്ചുകൂടി വിശദമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ 4 തുറമുഖങ്ങളെയും അതുപോലെ തന്നെ 17 ചെറുകിട തുറമുഖങ്ങളുടെ ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തെ മുഴുവൻ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക എന്നുള്ളൊരു സംഗതി. അതായത് ആ വിഴിഞ്ഞത്തിന്റെ സാധ്യതകളിൽ നിന്നുകൊണ്ട് കേരളത്തിലെ 4 പ്രധാനപ്പെട്ട തുറമുഖങ്ങളെയും മറ്റ് 17 ചെറുകിട തുറമുഖങ്ങളെയും വികസിപ്പിച്ചുകൊണ്ട് കേരളത്തെ മൊത്തം ഒരു വലിയ പോർട്ട് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് ആ പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറയുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ പുതിയൊരാശയമാണെന്ന് തോന്നാം. പക്ഷെ ഇതിനകത്ത് ഇതിൽ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഉണ്ടായിരുന്ന മറ്റ് ഒരു സംസ്ഥാനം ആണ് ഗുജറാത്ത്. ഗുജറാത്തിന് ഏതാണ്ട്
വിശാലമായ കടൽ തീരം ഉള്ള ഒരു പ്രദേശമാണ്. ആ കടൽ തീരത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗുജറാത്തിന്റെ കടൽ തീരത്ത് വിപുലമായ തോതിൽ ഇത്തരത്തിലുള്ള പോർട്ട് ഡെവലപ്മെന്റ് പദ്ധതി ആവിഷ്കരിച്ചു. അവിടെ എൻ്റെ ഓർമ്മ ഏതാണ്ട് 11 പോർട്ടുകളോ മറ്റുമാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അത് കണക്ക് കൃത്യമല്ല. ഏതായിരുന്നാലും അന്ന് ഒട്ടുമേ അറിയപ്പെടാതിരുന്ന, ഗുജറാത്തിൽ പോലും തീരെ അറിയപ്പെടാതിരുന്ന ഒരാൾ ആണ് അന്ന് ആ പോർട്ട് ഡെവലപ്മെന്റിന്റെ മുഴുവൻ പ്രോജക്റ്റും ഏറ്റെടുത്തത്. അദ്ദേഹത്തിന്റെ പേര് ഇന്ന് നമ്മൾ പറഞ്ഞാൽ അറിയും, ഗൗതം ഭായ് അദാനി എന്നാണ്. അദാനി അന്ന് അങ്ങനെ ആണ് തുടങ്ങിയത്. അന്ന് ഗുജറാത്തിൽ തന്നെ ആരും അറിയില്ല. മാത്രമല്ല, അന്ന് ഉന്നയിച്ച ആരോപണം ഇന്നും അടങ്ങാതെ നിൽക്കുന്നുണ്ട്. അതായത് അന്ന് ഈ പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വളരെ തുച്ഛമായ വിലയ്ക്കാണ് ലോങ് ടൈം ലീസിനും അതുപോലെ വിലയ്ക്കും സർക്കാർ ഭൂമി ഈ തീരപ്രദേശങ്ങളിൽ, തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ, ഗുജറാത്തിന്റെ തീരപ്രദേശം എന്ന് പറയുന്നത് കൂടുതൽ തന്ത്രപ്രധാനമാണെന്ന് നമുക്കറിയാമല്ലോ. അവിടെ നിന്ന് പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് ദൂരമേറെയില്ല. അപ്പോൾ ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു സാധ്യത അദാനിക്ക് തുറന്നു കൊടുക്കുകയും അതുവഴി ഇന്ത്യയിലെ അതിസമ്പന്നന്മാരിൽ ഒരാളായി വളരാനുള്ള വഴി അദാനിക്ക് തുറന്നു കൊടുക്കുകയും ഒക്കെ ചെയ്തത് അങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത് കേരളത്തിന്റെ ബജറ്റിൽ ഒരു പുതിയ ആശയമാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ ആശയം ഏതാനും ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ നടപ്പാക്കിയതിന്റെ തുടർച്ചയാകാനുള്ള സാധ്യതകൾ അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഗവൺമെന്റ് സ്വന്തം നിലയ്ക്ക് പൊതുമേഖലയിൽ ഇതിനെ വികസിപ്പിക്കുകയാണെങ്കിൽ, പൊതുമേഖലയിലല്ല PPP മോഡലിൽ തന്നെ വികസിപ്പിക്കുന്നു എന്നിരിക്കട്ടെ, പക്ഷേ അത് ഏതെങ്കിലും ഒരു കുത്തകയ്ക്ക് കേരളത്തിന്റെ തീരമേഖല മുഴുവൻ തീരെഴുതി കൊടുക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു പദ്ധതി ആയി ആണ് വിഭാവനം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ഏറെ ആശങ്കകൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ആ ഒരു ആശങ്ക വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും മുൻ സർക്കാരും ഈ സർക്കാരും കേരളത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു ഫോക്കൽ പോയിൻ്റായിട്ട് കാണുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ തന്നെയാണ് എന്നുള്ളൊരു വിഷയമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരും വിഴിഞ്ഞം തുറമുഖത്തെ തന്നെയായിരുന്നു വികസനത്തിൻ്റെ ഒരു വലിയ കുതിച്ചുചാട്ടമായി കാണിച്ചിരുന്നത്. അവിടെ നിന്ന് അടുത്ത വികസന മാതൃകകളിലേക്ക്, നേരത്തെ പറഞ്ഞ പോലെ റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള വലിയ ഗ്രീൻഫീൽഡ് പാത ഉൾപ്പെടെയുള്ള വലിയ വികസന തന്ത്രത്തെക്കുറിച്ചായിരുന്നു അന്നും പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച കേരളം മുഴുവൻ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ചെറുകിട തുറമുഖങ്ങളെ ഇപ്പം കടൽ വഴിയുള്ള ചരക്ക് നീക്കം, അതുപോലെ തന്നെ റോഡ് വഴിയുള്ള നീക്കങ്ങൾ, ടൂറിസം സാധ്യതകൾ, ഇങ്ങനെ അവിടെ നടക്കാൻ പോകുന്ന കൺസ്ട്രക്ഷൻ സാധ്യതകൾ, അതുപോലെ തന്നെ കപ്പലുകളുടെ മദർഷിപ്പുകളുടെ നിർമ്മാണം തുടങ്ങി വിവിധ പദ്ധതികൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെയുള്ളൊരു ആശങ്ക, ഈ പറയുന്ന അദാനി എന്നുള്ള ഈ മേഖലയിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അദാനിക്ക് കേരളം കീഴടങ്ങുന്നു എന്നുള്ള വിഷയം വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ സമയത്ത് തന്നെ ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വലിയ തോതിൽ വ്യാപിക്കുന്നു എന്നുള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഒരു വികസന സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള വിഷയമാണ് നമ്മൾ കുറച്ചുകൂടെ പരിഗണിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇവിടെ അതായത് സ്റ്റഫിംഗ് സെന്റേഴ്സ്, ഡ്രൈ പോർട്ട്സ്, ഗ്രീൻ ബങ്കറിംഗ്, ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റുകൾ, ഇത്തരത്തിൽ ഉള്ള ഒരു വലിയ പദ്ധതി അല്ലെങ്കിൽ കേരളത്തിലൊട്ടാകെ വ്യാപിക്കുന്ന ഈ പദ്ധതിയാണ് അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ പറയുന്ന ഒന്നും സ്റ്റഫിംഗ് സെന്ററോ ഡ്രൈ പോർട്ടോ ഗ്രീൻ ബങ്കറിങ്ങോ ഇതൊന്നും വാസ്തവത്തിൽ ഈ പറയുന്ന ഗുജറാത്തിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങളല്ല എന്നുള്ളത് അവിടെ നിൽക്കുന്നു. പക്ഷെ ആശയത്തിന്റെ പുതുമയല്ല നമുക്ക് ആ കാര്യത്തിൽ ഒരു കലഹവുമില്ല. ഇത് നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമായ ഒന്നാണ്. പക്ഷേ ഇത് കേരളത്തിന്റെ വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി ഉള്ള ഒന്നാകണം. അതിന് പകരം കേരളത്തിന്റെ തീരപ്രദേശം ഒരു കുത്തകയ്ക്ക് തീരെഴുതുന്നതിനുള്ള ഒരു ഉപാധിയായി മാറാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. അത് വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി ഇത് പറയുമ്പോൾ എനിക്ക് പറയാനുണ്ട്. തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ചെറുകിട തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നത്, അതോടൊപ്പം ഡ്രൈ പോർട്ടുകൾ കേരളത്തിൽ വികസിപ്പിക്കുന്നതിനും ഉള്ള സാധ്യതകൾ അദ്ദേഹം ഒരിക്കൽ ഒരു ബജറ്റിൽ പരാമർശിച്ചിരുന്നതായി ഞാൻ ഓർക്കുന്നുണ്ട്. 2016-17 കാലത്തോ മറ്റാണെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും പക്ഷേ അന്ന് അത് തീർച്ചയായിട്ടും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് നമുക്കറിയാമല്ലോ, അത് പ്രായോഗികമായില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ എന്തായിരുന്നാലും കേരളത്തിന്റെ ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു വലിയ സാധ്യത എന്താണ് നമുക്കറിയാമല്ലോ. അതൊരു ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ആണ്. അതായത് കൊളംബോയ്ക്ക്
കൊളംബോ തുറമുഖവുമായി മത്സരിച്ചുകൊണ്ട് വളർന്നു വരാൻ ഉള്ള വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഇന്റർനാഷണൽ ടെർമിനൽ എന്ന് പറയുമ്പോൾ ആ ടെർമിനലിനെ ആശ്രയിച്ച് സ്വാഭാവികമായിട്ടും സമീപ പ്രദേശത്തുള്ള എല്ലാ ചെറുകിട പോർട്ടുകൾക്കും വികസിക്കാൻ സാധിക്കും. കാരണം ഈ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ അത് അവിടെ വലിയ കപ്പലുകൾ വരുന്നു, ചരക്കുകൾ അവിടെ ഇറക്കുകയോ അവിടെ നിന്ന് കയറ്റുകയോ ചെയ്യുന്നു. അപ്പോൾ ആ തുറമുഖത്തിന്റെ ആ സാധ്യതകൾ വിനിയോഗിക്കാവുന്ന രീതിയിൽ അടുത്തുള്ള മറ്റ് തുറമുഖങ്ങളും വികസിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമായി തന്നെ ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. അത് ഇപ്പോൾ ഈ ബജറ്റിൽ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് ശരിയായ അർത്ഥത്തിൽ നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. നടപ്പാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കുതിച്ചുചാട്ടത്തിന് സാധ്യതകൾ തുറക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്നും കൂടിയുണ്ട്. ഇപ്പോൾ ധാതുക്കളുടെ ഒരു കോറിഡോർ എന്ന് പറയുന്ന ഒരു സംഗതി കൂടെ അത് എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി തന്നെയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പി രാജീവ് മുന്നോട്ട് വെച്ചൊരു സംഗതി തന്നെയാണ്. ഈ ധാതു മണലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോറിഡോർ, കേരളം മുഴുവനുള്ള ഒരു കോറിഡോർ എന്ന് പറയുന്നത്. അത് ഈ ബജറ്റിലും, അതായത് കഴിഞ്ഞ കേരള ബജറ്റിൽ പൊതുമേഖലയിൽ ഈ തരത്തിൽ ഉള്ള ഒരു റെയർ എർത്ത് മിനറൽ കോറിഡോർ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വന്ന യൂണിയൻ ബജറ്റിൽ ഇതേ രൂപത്തിൽ ഈ പറയുന്ന കേരളത്തിലെ നമ്മുടെ തെക്കൻ ജില്ലകളിൽ നിന്ന് തുടങ്ങി ഒറീസ വരെ വ്യാപിക്കുന്ന ഒരു വലിയ കോറിഡോർ പ്രഖ്യാപിച്ചു. പക്ഷെ ഇത് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. കേരളത്തിൽ ആ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അത് പൊതുമേഖലയിലാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. എന്നാൽ യൂണിയൻ ബജറ്റിൽ നിർദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. അത് ഇന്ത്യയുടെ അപൂർവ ധാതുക്കളെ വിദേശ മേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തീരെഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോറിഡോർ ആയിട്ടാണ് നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ അത് വന്നത്. അതിൽ തീർച്ചയായിട്ടും നമുക്ക് എതിർപ്പുണ്ട്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ ഒരുപാട് സാധ്യതകളുള്ള ഒന്നാണ് കേരളത്തിലെ ഈ അപൂർവ ധാതുശേഖരം. സ്വർണത്തേക്കാൾ വലിയ സമ്പത്താണ്. അതെ, അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ ആ കോറിഡോർ വഴി, യൂണിയൻ ബജറ്റിൽ ആ കോറിഡോർ വഴി ഇത് വിൽക്കുന്നതിനുള്ള സാധ്യതകളാണ്. കേരളത്തിന്റെ ബജറ്റിൽ നിർദ്ദേശിച്ചിരുന്ന അങ്ങനെയല്ല. ആ മണലിന്റെ ധാതുക്കളുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിലുള്ള വ്യവസായ ക്ലസ്റ്ററുകൾ കേരളത്തിൽ സ്ഥാപിക്കുന്നതിന്റെ സാധ്യതകളാണ് അന്ന് ആ ബജറ്റിൽ മുന്നോട്ട് വെച്ചിരുന്നത്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ എന്തായിരുന്നാലും ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള നിർദ്ദേശം റെയർ എർത്ത് മിനറൽ കോറിഡോർ അത് ഏത് രൂപത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ബജറ്റിൽ കൂടുതൽ പരാമർശിച്ചിട്ടില്ല. ഇത് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സംവിധാനമാണോ അതോ ഈ അപൂർവ ധാതുക്കളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വലിയ വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങാനുള്ള സാധ്യതകളാണോ, ഇതിലേതാണ് ഈ കോറിഡോർ വഴി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കി. അത് കേരളത്തിലൊരു വലിയ വിഭവ സ്രോതസ്സായി അത് മാറുമോ എന്നുള്ള കാര്യം നമുക്ക് ഭാവിയിൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒരു സാധ്യത വളരെ വിലപിടിച്ച ഒരു വിഭവമാണിത്, അത് സംശയമില്ല. വളരെ വിലപിടിച്ചൊരു വിഭവമാണ്. മാത്രമല്ല നമുക്കറിയാമല്ലോ, ഗോയിങ് ഫോർവേഡ് ഭാവിയിൽ വരാൻ പോകുന്നത് ഈ അപൂർവ ധാതുക്കളുടെ ഒരു വലിയ വിപ്ലവം തന്നെയാണ് വാസ്തവത്തിൽ വരാൻ പോകുന്നത് നമുക്കറിയാം. ലിത്യം നമുക്കിവിടെ അധികം ലഭ്യമല്ല. പക്ഷെ ലിത്യം എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും വിലപിടിച്ച ഒരു ധാതുവായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ സോളാർ ബാറ്ററി വികസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഗവേഷണങ്ങളുടെ എല്ലാം ആധാര ബിന്ദുവായി പ്രവർത്തിക്കുന്നത് ലിത്യമാണ്. ലിത്യം ബാറ്ററികൾ ആണ്. അതുപോലെ തന്നെയാണ് ഈ റേഡിയോ ആക്റ്റീവ് ശേഷിയുള്ള അപൂർവ ധാതുക്കൾ. അവയും സയൻസ് മുന്നേറുന്നതനുസരിച്ച് ഈ ധാതുക്കൾക്ക് വലിയ തോതിലുള്ള വിപണി സാധ്യതകൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. മറ്റൊന്ന് ഏവിയേഷനുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ് വീണ്ടും മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതൊരു കേരളത്തിലെ 4 വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏവിയേഷനുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായ പദ്ധതികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതും നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏവിയേഷൻ ഹബ്ബ് കേരളത്തിൽ വളരെ മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓർക്കുന്നുണ്ടാവും, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എയർ കേരള പോലെയുള്ള സംരംഭങ്ങൾ ഒക്കെ പോലും കേരളത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മുമ്പ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ കാലം മുതൽ കേരളത്തിൽ ഏവിയേഷൻ ഹബ്ബായി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ, അതുപോലെ ഇവിടെ വിമാനങ്ങളുടെ മെയിൻ്റനൻസും റിപ്പയറും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള
വലിയ യൂണിറ്റുകൾ നമ്മുടെ വിമാനത്താവളങ്ങളുടെ പരിസര പ്രദേശങ്ങൾ വികസിപ്പിക്കുന്നത്, ഇത്തരത്തിലുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ അനവധി ചർച്ചകൾ മുമ്പ് നടന്നിട്ടുണ്ട്. അതെ 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 ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് എയ്റോ പാത്ത്, എയ്റോ സിറ്റി, അതുപോലെ ഇന്റഗ്രേറ്റഡ് കാർഗോ ഹബ്ബുകൾ, ഇവയൊക്കെയാണ് വന്നിട്ടുള്ള നിർദ്ദേശം. ആ, അത് സാധ്യതകൾ ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കുള്ള പ്രശ്നം എന്താണ്? ഇവിടെ ഒക്കെ മറന്നു പോകുന്നൊരു പ്രശ്നം, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ പദ്ധതികളുടെയും കാര്യത്തിൽ ഈ പദ്ധതികൾ ഇതിലും മികച്ചതോ ഇതിലും പ്രായോഗികമോ ആയ വേറെ അനവധി പദ്ധതികൾ വേണമെങ്കിൽ നമുക്ക് മുമ്പോട്ട് വെക്കാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സാക്ഷാത്കരിക്കാൻ ഉള്ള വിഭവശേഷിയാണ് പ്രശ്നം. ആ വിഭവശേഷി ഉണ്ടോ എന്നുള്ളത് ഒന്ന്. ഇനി വിഭവശേഷി ഇല്ല എന്നുള്ളത് ഒരിക്കലും ഒരു പരാധീനതയാവേണ്ടതില്ല. പ്രശ്നം എന്താണ്? ആ വിഭവശേഷി കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് നമുക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? 3 സാധ്യതകളാണ് നമുക്കറിയാം. ഒന്ന്, നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക. 2, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ സംസ്ഥാനം. ആ നിലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ പിടിച്ചു വാങ്ങുക എന്നുള്ളത് 2. മൂന്നാമത്, വിദേശത്തോ സ്വദേശത്തോ ഉള്ള വിപണിയിൽ നിന്ന് കഴിയുന്നത്ര കുറഞ്ഞ ഉപാധികളോടുകൂടി ഉള്ള ദീർഘകാലാടിസ്ഥാനത്തുള്ള വായ്പകൾ സംഘടിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. ആ സാധ്യതകളെ സംബന്ധിച്ചൊന്നും ഈ ബജറ്റിൽ ഒരു ചർച്ചയും എവിടെയും ഞാൻ കണ്ടില്ല. അത് മാത്രമല്ല, ആ തരത്തിൽ ഉള്ള കാര്യങ്ങളിൽ വലിയ വിവേചനം ഇന്ന് കേരളം നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൽ ഒന്നാമത്തേത് കേരളത്തിന്റെ തനത് വരുമാനമാണ്. ആ കാര്യത്തിൽ വളരെ വലിയ കുതിച്ചുചാട്ടം കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് 2022 മുതൽ ഉള്ള 2026 വരെയുള്ള 4 വർഷക്കാലത്തിനിടയ്ക്ക് കേരളം അക്കാര്യത്തിൽ വലിയ മുന്നേറ്റം കൈവരിച്ചു കഴിഞ്ഞു എന്നുള്ളത് കാണാം. പക്ഷെ രണ്ടാമത്തെ കാര്യത്തിലാണ് വലിയ പ്രശ്നം. അതായത് ഇന്ത്യയുടെ GDP-യിൽ കേരളത്തിന്റെ സംഭാവന ഏതാണ്ട് 3.8%. എന്നാൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത് അതിന്റെ കൃത്യം പകുതിയാണ്. 1.92% കിട്ടിയത്. ഇപ്പോൾ ഈ 16ാം ധനകാര്യ കമ്മീഷൻ അത് 2.38% വർദ്ധിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഫലത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതിൽ നിന്ന് വളരെ താഴെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2.38% വർദ്ധിച്ചപ്പോൾ, 1, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റുകൾ ഇല്ലാതെയാക്കി. 2, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒക്കെ വലിയ തോതിൽ അതിന്റെ ഒരു ഭാഗം സംസ്ഥാനങ്ങൾ വഹിക്കണം എന്ന ഒരു നില വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് ബദലായിട്ട് വരുന്ന EBG റാംജി, ആ പദ്ധതിയിൽ 40% സംസ്ഥാനം വഹിക്കണം. അതായത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോൾ 2300 കോടി രൂപ സംസ്ഥാനം വഹിക്കേണ്ട ഒരു അതിനുവേണ്ടി മാത്രം വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു വലിയ വിവേചനം ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, അവിടെ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ട്. നേരത്തെ നമുക്കറിയാമല്ലോ, 2014 വരെ സംസ്ഥാനങ്ങളുടെ പദ്ധതികളെ സംബന്ധിച്ച്, സംസ്ഥാനങ്ങൾ മുൻഗണന കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് പറയുവാനും അതിൽ തീരുമാനമെടുക്കുവാനും സംസ്ഥാനങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതിനായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ ഓരോ വർഷവും ബജറ്റിന് മുമ്പായിട്ട് സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ച നടത്തും. ആ ചർച്ചകളിലാണ് സംസ്ഥാനങ്ങൾ മുൻഗണന കൊടുക്കുന്ന പദ്ധതികളെക്കുറിച്ച് ഉള്ള ചർച്ചകൾ വരിക. ആ മുൻഗണനയുടെയും കൂടി അടിസ്ഥാനത്തിലാണ്, അതായത് സംസ്ഥാനങ്ങളുടെയും കൂടി മുൻഗണന പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര ബജറ്റിൽ പദ്ധതികൾ വകയിരുത്തിയിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു സംവിധാനമില്ല. നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഉപദേശക സമിതി മാത്രമാണ്. ഇത് മാത്രമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതികളോ അല്ലെങ്കിൽ കേന്ദ്രം ഫണ്ട് ചെയ്യുന്ന പദ്ധതികളോ അത് കേന്ദ്രത്തിന്റെ ഇച്ഛയ്ക്ക് മാത്രം വിധേയമായ ഒന്നാണ്. സംസ്ഥാനങ്ങൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള സേയും ഇല്ല, ഒരു സ്വാധീനവും ഇല്ല. അവർ തീരുമാനിക്കുന്ന ഏതെങ്കിലും പദ്ധതികൾ കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിലായിരുന്നെങ്കിൽ മുമ്പ് പ്ലാനിംഗ് കമ്മീഷന് മുമ്പിൽ കേരളത്തിന്റെ ഈ പദ്ധതികൾ മുമ്പോട്ട് വെച്ച് അനുമതി കിട്ടി കേന്ദ്രത്തിന്റെയും കൂടി ഫണ്ടിങ്ങോട് കൂടി നടപ്പാക്കേണ്ടിയിരുന്ന പദ്ധതികൾ ഇന്നത് ആ രൂപത്തിൽ പ്രായോഗികമാക്കാൻ കഴിയുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഫെഡറലിസം എന്നുള്ളത് ചുരുങ്ങി ഒരു യൂണിറ്ററിസം സ്റ്റേറ്റായി മാറി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ. ഇനി അത് തിരിച്ചു പിടിക്കാൻ വലിയ ഫെഡറലിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ കടൽ വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു പോകുന്നത് പോലെ അതങ്ങ് അലിഞ്ഞില്ലാതെയാവുകയാണ്. വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫെഡറലിസം എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സിദ്ധാന്തമോ അല്ലെങ്കിൽ കേവല സാമ്പത്തിക ആശയമോ മാത്രമല്ല.
ഫെഡറലിസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആധാരശിലയാണ്. അതായത് ഓരോ പ്രദേശത്തെയും ജനങ്ങൾക്ക് അവർക്ക് സ്വയം നിർണ്ണയിക്കാൻ, അവരുടെ ജീവിതത്തിന്റെ മുൻഗണനകൾ നിശ്ചയിക്കാൻ, അവരുടെ എന്താ ജീവിതം അവരുടേതായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ഫെഡറലിസം. അതിന്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ അതിന്റെ സാമ്പത്തികമായ വശങ്ങൾ വരുന്നത്. അതിന് വലിയ ആക്രമണമാണ് നേരിടുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ ബജറ്റിൽ അക്കാര്യത്തിൽ ഒരു വലിയ അപകട സൂചന വേറെ വന്നിട്ടുണ്ട്. അതായത് ബജറ്റിൽ വളരെ തന്ത്രപൂർവ്വം ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിനെ ഒരു തിങ്ക് ടാങ്ക് ആക്കി മാറ്റും എന്ന്. ഈ തിങ്ക് ടാങ്ക് എന്ന അതേ വാക്കായിരുന്നു 2014-15 ബജറ്റിൽ അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഉപയോഗിച്ചത് പ്ലാനിംഗ് കമ്മീഷനെ ഇല്ലാതെയാക്കാൻ. അതെ, ആ തിങ്ക് ടാങ്ക് ഇന്ന് കേവലം ഒരു വെറും ഉപദേശക സമിതി മാത്രമാണ്. രാജ്യത്തിന്റെ പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ ആ സമിതിക്ക് യാതൊരു തരത്തിലുള്ള പങ്കും നിർവഹിക്കാനില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലെ പ്ലാനിംഗ് ബോർഡ് ഇന്ന് നിർവഹിച്ചു പോരുന്ന ആ പങ്ക് ഇല്ലാതെയാവുകയാണെങ്കിൽ കേരളത്തിനും ഇതേ അവസ്ഥ സംജാതമാകും. ഇന്ന് ജില്ലാ തരത്തിലുള്ള പ്ലാനിംഗ് കമ്മിറ്റികൾ, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റീസ്, കൗൺസിൽസ്, ഇവരുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തിയും ഒക്കെ, അതുപോലെ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒക്കെ ചർച്ച നടത്തിയും ഒക്കെയാണ് പ്ലാനിംഗ് ബോർഡ് അവരുടെ ശുപാർശകളൊക്കെ സമർപ്പിക്കുന്നത്. അതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് പദ്ധതികൾ തീരുമാനിക്കുന്നത്. ഇതില്ലാതെ വന്നാൽ കേരളത്തിൽ എവിടെ എന്ത് പദ്ധതി വേണമെന്ന് തീരുമാനിക്കാനുള്ള പരമമായ അധികാരം അതാത് സമയത്ത് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിസഭയ്ക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ വലിയ അപകടം. അത് തീർച്ചയായിട്ടും സന്തുലിതമായ ഒരു വികസനത്തിന് ഹാനികരമായ ഒരു നീക്കമായിരിക്കുന്ന. ഈ വേറൊരു വിഷയം, ഈ ബജറ്റിൽ വേറൊന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചാണ് വേറൊന്ന് പറയുന്നത്. അതൊരു നോളജ് വാലി എന്നൊരു കൺസെപ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നു, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് വിദേശത്തേക്ക് ധാരാളമായി പോകുന്നു. നമ്മുടെ ഒരു ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് ഈ നോളജ് വാലി, അതുപോലെ അനുബന്ധമായി മറ്റേ IIT മാതൃകയിലുള്ള ചില സംഭവങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെയും പ്രായോഗികത സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്തരം നോളജ് വാലികൾ നേരത്തെ മുൻ സർക്കാരും അത്തരം ചില കൺസെപ്റ്റുകൾ മുന്നോട്ട് വെച്ചിരുന്നു. അതെ, അവിടെയുള്ള രസകരമായൊരു കാര്യം, മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിന്റെ ബജറ്റിൽ അനൗൺസ് ചെയ്ത് നടപ്പാക്കി കഴിഞ്ഞ ഒരു കാര്യമാണ് നോളജ് മിഷൻ. ഈ നോളജ് മിഷന്റെ പേര് മാറ്റുകയാണ് നോളജ് വാലി എന്നതിലൂടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാന. പക്ഷേ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതെ, ശരി. എന്തായിരുന്നാലും ഈ നോളജ് വാലിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ദേശിക്കുന്നത് ബ്രെയിൻ ഡ്രെയിൻ ആണെന്നിരിക്കട്ടെ. വാസ്തവത്തിൽ ബ്രെയിൻ ഡ്രെയിൻ അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണോ? ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ളത് കേരളം യഥാർത്ഥത്തിൽ നേരിടുന്ന പ്രശ്നമാണോ? ഈ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ ആലോചിക്കാനുണ്ട്. വാസ്തവത്തിൽ കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയല്ല. കേരളം ആഗോളതലത്തിൽ തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സിനെ സപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ഹബ്ബായി മാറുകയാണ് കേരളം. അതിന് കാരണമായത് എന്താണ്? 957 മുതൽ ഇതുവരെയുള്ള കാലത്ത് കേരളം കൈവരിച്ച സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലെ നേട്ടങ്ങളാണ്. ഇവിടെ ഭൂപരിഷ്കരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇങ്ങനെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. അങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം കൈവരിച്ച വലിയ മുന്നേറ്റമുണ്ടല്ലോ. ഇവിടെ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി വളരെ കൂടുതലാണ്. അതുപോലെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവാണ്, മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്, ന്യൂട്രീഷൻ റേറ്റ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ഉള്ള അനവധി ഘടകങ്ങൾ, ഈ ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് കേരളം എന്ന് പറയുന്നത് ഇന്ന് ആഗോളതലത്തിൽ തന്നെ ഹ്യൂമൻ റിസോഴ്സസിന്റെ വലിയ പ്രൊവൈഡർ ആണ് എന്നുള്ളതാണ് വസ്തുത. ആ സാധ്യത എന്തിനാണ് ഇല്ലാതെയാക്കുന്നത്? പ്രത്യേകിച്ച് കേരളത്തെ ആ സാധ്യതകളെ കുറിച്ച് ബജറ്റിൽ പറയുന്നുണ്ട് കേട്ടോ. അത് വിദേശ തൊഴിലവസരങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവാക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടു, അതിലേക്ക് വരാം. എന്തായിരുന്നാലും ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ തരത്തിൽ ഉള്ള ഈ റിസോഴ്സിന് അത് കേരളത്തിന് ഇവരെ മുഴുവൻ റീറ്റെയിൻ ചെയ്യുക എന്ന ഒരു ചിന്ത നല്ല കാര്യമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളം ഇന്ന് നേരിടാൻ പോകുന്ന ഒരു വലിയ ഡെമോഗ്രാഫിക് ക്രൈസിസ് ഉണ്ട്. കേരള ഈസ് ആൻ ഏജിങ് സൊസൈറ്റി. ഇപ്പോൾ തന്നെ 20% ആളുകൾ 60 വയസ്സിന് മുകളിലാണ്. ഇത് മുകളിലേക്ക് കൂടുതൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ,
കേരളത്തിൽ ഈ ഒരു 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 ഇക്കോണമി എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ ചലഞ്ച് ഈ കാര്യത്തിലുണ്ട്. അപ്പൊ ഇവിടുത്തെ യുവാക്കൾക്ക് ഇവിടെ എ, എ, പ്രായം കൂടുന്നു എന്ന് പറഞ്ഞാൽ നീഡ്സ് കുറയുന്നു എന്നാണ് അർത്ഥം. അങ്ങനത്തെ സൊസൈറ്റിയിൽ സ്വാഭാവികമായിട്ടും തൊഴിലവസരങ്ങൾ കുറയും. ഇത് അങ്ങനത്തെ ക്രൈസിസ് ഒരു വശത്തുണ്ട്. ഇനി ഈ നോളജ് ഡിവിഡൻഡ് എന്ന സിറ്റിയിലേക്ക് നിലയിൽ ഇത് വന്നാൽ പറയുന്നുണ്ട്. നോളജ് സിറ്റിയിലേക്ക് വന്നാൽ അതിന്റെ ആകെ തുക എന്താണ്? ഫോറിൻ യൂണിവേഴ്സിറ്റീസിനും അതുപോലെ ലെഗസി യൂണിവേഴ്സിറ്റീസിനും ഒക്കെ കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും എന്നുള്ളതാണ്. ഇത് പുതിയ കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ കഴിഞ്ഞ സർക്കാർ ഗവൺമെന്റിന്റെ കാലത്ത് നിർദ്ദേശം വരികയും അതിന് വേണ്ടിയിട്ട് ഉള്ള ബില്ല് നമ്മുടെ നിയമസഭ പാസ്സാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞതാണ്. ഇപ്പോഴും അതിന് അനുമതി കിട്ടാതെ ഗവർണറുടെ പക്കൽ ആണ് എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. എന്തായിരുന്നാലും അതുകൊണ്ട് അതിൽ വാസ്തവത്തിൽ പുതിയ കാര്യമെന്ന് പറയാനില്ല. പ്രശ്നം ഈ വിദേശ യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളാണെങ്കിലും വേണ്ടത് എന്താണ്? നമുക്ക് വലിയ തോതിലുള്ള ഇന്നോവേഷൻ ആവശ്യമാണ്. ഈ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോഴും ധരിച്ചിട്ടുള്ളത് ഇവിടെ പഠിക്കുന്ന ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സുകൾ മാത്രം പഠിച്ചാൽ മതി, അതാണ് ഇന്നോവേഷൻ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ മാത്രം വർദ്ധിപ്പിക്കുന്ന ഈ സ്കിൽഡ് ലേബർ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വിദ്യാഭ്യാസം എന്നാണ്. ഞാൻ അതിനോട് 100% വിയോജിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യം നല്ല ചരിത്രബോധമുള്ള ഒരു സമൂഹത്തെ തന്നെയാണ്. അങ്ങനെ ഈ പറയുന്ന ഒരു മാനവികതയുടെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം തന്നെയാണ്. അപ്പോൾ ഇന്നോവേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്കില്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വിജ്ഞാന മേഖലകളെ സംബന്ധിച്ചും ഉള്ള അറിവുകൾ, ഏറ്റവും പുതിയ അറിവുകൾ ലഭിക്കാവുന്ന രീതിയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളെ പുനഃസംവിധാനം ചെയ്യണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് പര്യാപ്തമായ രൂപത്തിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസിന്റെ പ്രവർത്തനം ഇവിടെ വരികയാണെങ്കിൽ കേവലം ലാഭാധിഷ്ഠിതമായ ഒരു വ്യവസായം എന്ന നിലയ്ക്കല്ലാതെ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്ക് ഈ യൂണിവേഴ്സിറ്റീസിന് ഇവിടെ ഇടം കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അത് ആ രൂപത്തിൽ അതിന്റെ സാധ്യതകൾ വിനിയോഗിക്കാവുന്നതുമാണ്. ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ പറയുന്നു. 1-2 മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതാണ്. അതിനേക്കാൾ ഉപരിയായി ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഏത് തരം ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ പലതും വിദേശ നിക്ഷേപകരുടെ അല്ലെങ്കിൽ വിദേശ കമ്പനികളുടെ നിയന്ത്രണത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളറിയുന്ന പല ആശുപത്രികളും പ്രസാദ് സാറിന് അറിയാമല്ലോ, പല ഹോസ്പിറ്റലും വലിയ ഹോസ്പിറ്റലുകളും ഒക്കെ തന്നെ വിദേശ കമ്പനികളുടെ കയ്യിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിക്ഷേപം വീണ്ടും ഇതിലേക്ക് വരുന്നത് ഏത് തരത്തിലായിരിക്കുമെന്നുള്ളൊരു വിഷയമുണ്ട്. അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് ബജറ്റിന്റെ തുടക്കത്തിലൊരു പരാമർശമുണ്ട്, അത് വലിയ വെല്ലുവിളി നേരിടുന്നത്. അത് വസ്തുതാവിരുദ്ധമായ ഒരു പരാമർശമാണ്. കാരണം കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ റോബസ്റ്റ് ആയ ഒരു സംവിധാനമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് കിഫ്ബി വഴിയും മറ്റും നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വഴി വലിയ തോതിൽ ഉള്ള ഒരു ഇംപ്രൂവ്മെന്റ് കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു വൈറോളജി ലാബ് വരെ കേരളത്തിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആലപ്പുഴയിൽ നിപ്പയുടെ പ്രശ്നമുണ്ടായപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ സെറ്റപ്പ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ അത് നിലനിർത്തുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക തന്നെ വേണം, ഒന്ന്. രണ്ടാമത്, കേരളം ഇന്ന് നേരിടുന്ന അടുത്ത പ്രശ്നം എന്താണ്? അടുത്ത പ്രശ്നം, കേരളത്തിന്റെ ഈ പറയുന്ന നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെട്ടു, വൻതോതിൽ അർബനൈസേഷൻ നടന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കേരളത്തിൽ ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായി മാറുന്നു. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കപ്പെടേണ്ടത്. അതിന് അനുസൃതമായിട്ട് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇന്ന് മുൻഗണന കൊടുക്കേണ്ട ഒരു കാര്യം. മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം കേരളത്തിൽ ഇന്നും ആവശ്യത്തിന് അനുസൃതമായ രൂപത്തിൽ ഉള്ള ഡോക്ടർമാരുടെ ലഭ്യതയിൽ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു എന്നുള്ള ആശയം തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വന്നിട്ടുള്ള നിർദ്ദേശത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു അപകടമുണ്ട്. അത് ഈ കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുക എന്നുള്ള ആംഗിളിലല്ല പ്രസന്റ് ചെയ്തിരിക്കുന്നത്, മറിച്ച് 2 പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡൊമൈൻസ് എന്ന നിലയ്ക്കാണ്. അതായത് വിദേശത്തുനിന്നോ സ്വദേശത്തുനിന്നോ അത് പറഞ്ഞിട്ടില്ല, എങ്ങനെയായിരുന്നാലും
സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്നുകൊണ്ട് ഈ രണ്ട് മേഖലകളിലും ആ, ആ, വികസനം ഉണ്ടാക്കുക എന്നുള്ളത് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ അവിടെ ഒരു വലിയ അപകടമുണ്ട്. ഒന്ന്, ആ തരത്തിൽ വരുന്നത് നമ്മുടെ ഇതുവരെയുള്ള അനുഭവം നേരത്തെ സൂചിപ്പിച്ചു. ഇവിടുത്തെ വൻകിട ഹോസ്പിറ്റലുകളൊക്കെ തന്നെ ഇന്ന് വിദേശ മൂലധനത്തിന്റെ കൈകളിലേക്ക് അമരുകയാണ്. മറ്റൊന്ന്, അതിന്റെ പരിണത ഫലമായി അനവധി ചെറുകിട ഹോസ്പിറ്റലുകൾ നഷ്ടത്തിലാവുകയോ പൂട്ടിപ്പോവുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി കേരളത്തിൽ നിലനിൽക്കുന്നു. ഈ ക്ലിനിക്കുകൾ എന്നൊക്കെ പറയുന്നത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഏത് ചെറിയ രോഗത്തിനും വലിയ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാതെ പോകരുത്. മറ്റൊന്ന്, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, എഞ്ചിനീയറിംഗ്, മെഡിസിൻ പോലെയുള്ള മേഖലകളിൽ അനാരോഗ്യകരമായൊരു സ്ഥിതിയുണ്ട്. സ്വാശ്രയ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഈ മേഖലകളിൽ നടക്കുന്നത് തനി കൊള്ളയും കച്ചവടവുമാണ്. അപ്പോൾ ആ തരത്തിലുള്ള കച്ചവടത്തിന് വേണ്ടി വീണ്ടും കേരളത്തിലെ ഈ മേഖലകളെ തുറന്നു കൊടുക്കാനാണ് ഗവൺമെന്റ് ഈ നിർദ്ദേശത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് അപകടകരമാണ്. തീർച്ചയായിട്ടും കേരളത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന നീക്കം തന്നെയായിരിക്കും അത്. ഈ മെഡിക്കൽ കോളേജുകളെ സ്വയംഭരണ അങ്ങനെ സ്ഥാപനങ്ങളാക്കി വരാൻ മാറ്റുമെന്നുള്ള കാരണം നിർദ്ദേശം കൂടെ അതിലുണ്ട്. അതെ, അത് അങ്ങനെ സംശയം വരാൻ കാരണം കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇവിടെ പറയുന്നത് പോലെ ഒരു വെല്ലുവിളി നേരിടുന്നില്ല. രണ്ട്, കേരളം ഇന്ന് ആവശ്യപ്പെടുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ലൈഫ് സ്റ്റൈൽ മേഖലയിൽ ഉള്ള ഒരു ഒരു ഊന്നൽ ആണ്. അതിനെ സംബന്ധിച്ച് ഈ ബജറ്റിൽ ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് ഈ രണ്ട് മേഖലകളുടെ സാധ്യതകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിനെയും നല്ല കച്ചവട ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള നീക്കമാണ് അത് എന്ന് സംശയിച്ചു പോകും നമ്മൾ സ്വാഭാവികമായി തന്നെ. എനിക്ക് തോന്നുന്നു ഈ പല മേഖലകളിലെയും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് ഈ ധവളപത്രമൊക്കെ പറയുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി കേരളം നേരിടുന്നുണ്ട്. ഇപ്പോൾ 5 ലക്ഷം കോടിയിലധികം രൂപയുടെ ബാധ്യത നമുക്കുണ്ട്. അതുപോലെ തന്നെ റവന്യൂ വരുമാനത്തിൻ്റെ 77% നമുക്ക് ശമ്പളത്തിനും പെൻഷനും മാത്രമായി, പലിശയ്ക്കും മാത്രമായി ചെലവഴിക്കേണ്ടി വരുന്നു. ഇങ്ങനെ തുടങ്ങിയ വലിയ സാമ്പത്തികമായ പ്രതിസന്ധികൾ കേരളം നേരിടുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിനുള്ളൊരു മാർഗം എന്ന നിലയിലാണോ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ച് പല മേഖലകളിലാണെങ്കിലും, ഇപ്പോൾ ഈ മിഷൻ സമുദ്രയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയുടെ കാര്യത്തിലാണെങ്കിലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് പല മേഖലകളിലും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ച് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി കൂടുതൽ പണമുണ്ടാക്കാനുള്ള സാധ്യതകൾ തിരഞ്ഞുകൊണ്ടാണോ എന്നുള്ള സംശയം കൂടിയുണ്ട്. അത് ആദ്യമേ തന്നെ ഈ ചോദ്യത്തിന് രണ്ട് തലങ്ങളുണ്ട്. ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ പൊതുക്കടം, അതുപോലെ നമ്മുടെ ആകെ ചെലവിൻ്റെ വലിയ തോതിൽ ഉള്ള ഒരു തുക 77% ശമ്പളത്തിനും പെൻഷനും വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ഒരു പ്രചാരണം, ഇതിൻ്റെ ഒരു പൊള്ളത്തരത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അതായത്, ഒന്ന്, കടത്തെ സംബന്ധിച്ച് കേരളത്തിന് 5,07,000 കോടി രൂപ കടമുണ്ട് എന്നുള്ളത്. ഈ കടം എന്ന് പറയുന്നത് കേവലമായി നമ്മുടെ തുകയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ട ഒന്നല്ല. അതിനെ ബന്ധിപ്പിക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ അനുസരിച്ച് അതിനെ ബന്ധിപ്പിക്കുന്നത് മൊത്തത്തിലുള്ള ദേശീയ ഉൽപാദനവുമായിട്ടാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ആകെ ഉൽപാദനം, അതായത് GSDP. ഇത് ലോകത്തൊട്ടാകെ തന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? ഇന്ന് അവിടുത്തെ GDPയുടെ 123% അമേരിക്കയുടെ ദേശീയ കടം. അതായത് അവരുടെ ഒരു വർഷത്തെ മൊത്തം വരുമാനം മുഴുവൻ ഈ കടം തീർക്കാൻ ഉപയോഗിച്ചാലും തീരില്ലാത്തൊരു കടം ഉണ്ട്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എടുത്താൽ, ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കടം ഏതാണ്ട് 165 ലക്ഷം കോടി രൂപയാണ്. അതായത് നമ്മുടെ GDPയുടെ ഏതാണ്ട് 65% എത്തിയിരിക്കുന്നു. ഏതാണ്ട് 62-63% എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥിതി. കേരളത്തിന്റെ സ്ഥിതി എന്താ? കേരളത്തിൽ നമ്മുടെ 2020 കോവിഡിന് മുമ്പ് അത് ഏതാണ്ട് 37%. എന്നാൽ കോവിഡിനെ തുടർന്ന്, കോവിഡിന്റെ ആ കാലത്ത് വേറെ ഒരു സംസ്ഥാനത്തും നടപ്പാക്കാത്ത രൂപത്തിൽ കേരളത്തിൽ റിലീഫ് പാക്കേജുകൾ, സ്റ്റിമുലസ് പാക്കേജ് ഒക്കെ നടപ്പാക്കിയത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇങ്ങനെ അന്ന് കേരളത്തിന്റെ GSDPയുടെ ഏതാണ്ട് 42% വരെ ഒരു ഘട്ടത്തിൽ പോയി. പിന്നീട് അത് 39%. 2021 രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അത് 39%. എന്നാൽ ഇപ്പോൾ എത്രയാണെന്ന് അറിയാമോ? 34%.
അതായത് കേരളത്തിന്റെ GSDP-യിൽ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. അതാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ GSDP-യിൽ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. മറുവശത്ത് കടം വളരുന്ന തോത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ 5,07,000 കോടി എന്ന് പറയുന്ന ഒരു വലിയ ഭീഷണിയായ ഒരു കാര്യമല്ല. ഒന്ന്. രണ്ടാമത്, ഈ 5,07,000 കോടി രൂപയുടെ കടം എന്തിനു വേണ്ടിയാണ്? ഇത് വാസ്തവത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമൊന്നും അല്ലല്ലോ. ഇത് ലോക പ്രശസ്തനായ ധനശാസ്ത്രജ്ഞൻ ജോൺ മെയ്നാർഡ് കെയ്ൻസ് അദ്ദേഹം ആവിഷ്കരിച്ച സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം സ്ഥാപിച്ചെടുത്തത് എന്താണെന്ന് വെച്ചാൽ, കടം എന്ന് പറയുന്ന തെറ്റായൊരു കാര്യമല്ല. കമ്മിപ്പണം ഉപയോഗിച്ചോ കടം വാങ്ങിച്ചോ നിങ്ങൾ ജനങ്ങളുടെ പോക്കറ്റിൽ പണം ഇട്ട് കൊടുക്കുക. അങ്ങനെ പണം ഇട്ട് കൊടുക്കുമ്പോൾ അവരുടെ ക്രയശേഷി മെച്ചപ്പെടും, അത് വിപണിയിൽ പ്രതിഫലിക്കും, സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ നികുതി വരുമാനം മെച്ചപ്പെടും. ആ രൂപത്തിൽ നിങ്ങൾക്ക് ആ കടത്തെ നേരിടാൻ കഴിയും എന്ന് പറയുന്നത്, അത് ആ സിദ്ധാന്തത്തിന്റെ ഒരു പ്രയോഗവൽക്കരണം മാത്രമാണ് ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. ഇതാണ് കടത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തേത്, ഈ വലിയ തോതിൽ പെൻഷനും ശമ്പളത്തിനും അതുപോലെ പലിശയ്ക്കും വേണ്ടി എല്ലാം കൂടി കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 90% ചെലവഴിക്കുന്നു എന്നൊക്കെ പറയുന്നത്, ഇവിടെയുള്ള പ്രശ്നം എന്താ? 77% കാര്യം എന്തിനു വേണ്ടിയാണ്? ശമ്പളം, പെൻഷൻ. ഈ ശമ്പളം കൊടുക്കുന്നത് കേരളത്തിന് വളരെ വിപുലമായ രൂപത്തിൽ ഉള്ള ഒരു ഗവൺമെന്റ് സംവിധാനം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ആ ഗവൺമെന്റ് സംവിധാനം അതിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ? കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഈ രൂപത്തിൽ നിലനിൽക്കുന്നത് ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ക്രമസമാധാന മേഖല, ഇങ്ങനെ ഏറ്റവും അവസാനം ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരെ ഉള്ള എല്ലാ മേഖലകളിലും ഉള്ള ഗവൺമെന്റിന്റെ സജീവമായ ഇടപെടൽ നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രൂപത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് അത് ഏത് ഗവൺമെന്റ് ഭരിച്ചിരുന്നാലും, അത് ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും ആരായിരുന്നാലും, സർക്കാരിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് സമഗ്രമാണ്, സമ്പൂർണ്ണമാണ്. ഏത് കാര്യത്തിലും എവിടെയും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നത് അത്തരത്തിൽ ഉള്ള ഒരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ആ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഒരു കോസ്റ്റ് ഉണ്ട്. അതാണ് ശമ്പളം, അതാണ് പെൻഷൻ. അപ്പോൾ അത് വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഇടപെടാനുള്ള ശേഷി കുറയുക എന്നർത്ഥം. ഗവൺമെന്റിന് ഇടപെടാനുള്ള ശേഷി കുറഞ്ഞാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാം, ആരോഗ്യ മേഖല സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാം, ക്രമസമാധാന മേഖലയിൽ വേണമെങ്കിൽ പോലീസുകാരുടെ എണ്ണം കുറയ്ക്കാം. പക്ഷെ ഇതിന്റെയൊക്കെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ ആ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റാണിത് എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ഇത് ശമ്പളവും പെൻഷനും എന്ന് പറയുന്നത് വലിയൊരു മഹാ അപരാധമാണ് എന്ന രൂപത്തിൽ ഉള്ള ഈ തെറ്റായ ഒരു പൊതു അവബോധം തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിന് വേറൊരു സംഗതി കൂടെ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ള, കഴിഞ്ഞ ബജറ്റിൽ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവുണ്ടായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പദ്ധതി അടങ്കലിൽ 5,000 കോടി രൂപയിലധികം കുറയ്ക്കേണ്ടി വന്നു എന്നുള്ളത് ഈ ബജറ്റിൽ പറയുന്നുണ്ട്, പുതുക്കിയ ബജറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പദ്ധതി അടങ്കൽ കുറയ്ക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഗൗരവമുള്ളൊരു വിഷയമായി കാണേണ്ടതില്ലേ? പദ്ധതി അടങ്കൽ ഈ 5,000 കോടി കുറച്ചപ്പോഴും അവിടെ വേറൊരു വലിയ തട്ടിപ്പും കൂടി നടന്നിട്ടുണ്ട്. ബാക്കി 15,000 കോടി രൂപയുടെ സോഴ്സ് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ 20,000 കോടി കുറഞ്ഞപ്പോൾ ഇവിടെ 5,000 കോടിയാണ് പദ്ധതി അടങ്കലിൽ വെട്ടിക്കുറച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി 15,000 കോടി എവിടെയെങ്കിലും ഉണ്ടായിരിക്കണമല്ലോ, അത് എവിടെയും ഇല്ല. അപ്പോൾ വീണ്ടും വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വലിയൊരു ഗ്യാപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് യാതൊരു വിശദീകരണവും ഈ ബജറ്റിൽ എവിടെയും ഇല്ല. മാത്രമല്ല, ഈ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ കുറയ്ക്കേണ്ടി വരും എന്നുള്ള ഒരു വിഷയമാണോ അവിടെ വരുന്നത്? അതെ അതെ. അത് മാത്രമല്ല, ഈ 20,500 കോടി രൂപ അത് എന്താണ് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അത് വാസ്തവത്തിൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആണ് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഇത് നമുക്ക് കിട്ടാതെ പോയത് മിണ്ടാതിരിക്കുകയല്ലല്ലോ വേണ്ടത്. ഒന്നുകിൽ ഈ 2016 ശേഷം 2017 GST നടപ്പാക്കിയതിന് ശേഷം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനത്തിൽ വന്നിട്ടുള്ള വലിയ ശോഷണം നമ്മൾ കാണാതെ പോകരുത്. ഈ സംസ്ഥാനങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള ധന സമാഹരണ മാർഗങ്ങളും ഇന്ന് കൊട്ടി അടയ്ക്കപ്പെടുകയും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടത് അവരുടെ ഒരു ഔദാര്യം മാത്രമായി മാറുകയും ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങൾ
സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന നൽകിയിട്ടുള്ള അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ അത് പ്രയോഗിക്കാൻ സാധിക്കാതെ പോവുകയാണ്. അത് അപകടകരമായ ഒന്നാണ്. പിന്നെ നേരത്തെ ഈ പൊതുക്കടവും കുറിച്ചും മറ്റും പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതിന് അതിന് 2 തലങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതായത് സുനിൽ എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നൊരു പ്രശ്നം ആണ് ഉന്നയിച്ചിരുന്നത്. അതും കൂടി എനിക്ക് ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാനുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, ആ മേഖലയിലുള്ള ചെലവുകൾ കുറയ്ക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താ? നേരിടുന്ന പ്രശ്നം നമുക്ക് പദ്ധതി ചെലവുകൾക്ക്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഉള്ള പണം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വേണ്ടത്ര ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതായിരുന്നു പ്രശ്നം. ആ പ്രശ്നത്തിന് ഈ സംസ്ഥാനം കണ്ടെത്തിയ ഒരു മറുപടിയായിരുന്നു കിഫ്ബി. കിഫ്ബിയിലൂടെ പണം സമാഹരിക്കുക, അതായത് ദീർഘകാലാടിസ്ഥാനത്തുള്ള വായ്പകൾ, അത് ഓഫ് ബജറ്റ് ആയിട്ട്, ബജറ്റിന് പുറത്ത് ആ തരത്തിൽ വായ്പകളിലൂടെ സമാഹരിക്കുക. അങ്ങനെ സമാഹരിക്കുന്ന പണം ഉപയോഗിച്ച് കേരളത്തിൽ പശ്ചാത്തല വികസന പ്രവർത്തനങ്ങളും അതുപോലെ ഉള്ള ഇൻവെസ്റ്റ്മെന്റും മറ്റ് പദ്ധതികളിലുള്ള ഇൻവെസ്റ്റ്മെന്റും നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ കിഫ്ബിക്ക് അതിനു വേണ്ടി വരുന്ന ചെലവുകൾ 2 തരത്തിൽ വരാം. ഒന്ന്, കിഫ്ബിയുടെ ചില പദ്ധതികളിൽ നിന്ന് വരുമാനം ജനറേറ്റ് ചെയ്യുക. 2, വരുമാനം ജനറേറ്റ് ചെയ്യാത്ത പദ്ധതികൾ, സ്കൂളുകൾ അല്ലെങ്കിൽ പാലങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, അത്തരം കാര്യങ്ങൾ അത് ഗവൺമെന്റിന് വേണ്ടി കിഫ്ബി നിർവഹിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഗവൺമെന്റ് ബജറ്റിൽ നിന്ന് ഫണ്ട് ചെയ്യുക. അങ്ങനെയാണ് മോട്ടോർ വാഹന നികുതിയുടെ 50% റോഡ് സെസ് മുഴുവനും ഈ കിഫ്ബിക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞത്. അതായത് ആ 2 ഫണ്ടും കേരളത്തിന്റെ പദ്ധതി ചെലവുകൾക്ക് വേണ്ടിയിട്ട് ആണ് വാസ്തവത്തിൽ വിനിയോഗിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം. കിഫ്ബി അതിനുവേണ്ടി വിനിയോഗിക്കുന്ന പണത്തിലേക്കാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോ അതൊരു വളരെ വിജയകരമായ മോഡലായിരുന്നു. ആ മോഡലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 2016 മുതൽ ഇതുവരെയും ഇതിനോടകം ഏതാണ്ട് 25,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടന്നു കഴിഞ്ഞു. ഇനി നടന്നിട്ടുള്ളത് ഏതാണ്ട് 36,000 കോടി രൂപയുടെ കൂടി വികസന പദ്ധതികൾ ഇപ്പോൾ കിഫ്ബി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 10 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 61,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈ 61,000 കോടിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 956 നവംബർ 1 മുതൽ ഈ 2016 വരെയുള്ള ആ കാലത്തിനിടയ്ക്ക്, അതായത് ഏതാണ്ട് 50 വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിൽ 60 വർഷക്കാലം, ഈ 60 വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിൽ ആകെ ഉണ്ടായിട്ടുള്ള ഈ പദ്ധതി ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, അതിനേക്കാൾ കൂടുതലായിരിക്കും കിഫ്ബി വഴി ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. ഇത് ചെറിയ കാര്യമാണോ? എങ്ങനെ കിഫ്ബി ഉടച്ചു വാർക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, കിഫ്ബി ഉടച്ചു വാർക്കുന്ന, നേരത്തെ നോളജ് മിഷന്റെ പേര് നോളജ് വാലി എന്ന് മാറ്റിയതുപോലെ, അല്ലെങ്കിൽ കെ ഡിസ്കിന്റെ പേര് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്നാക്കി മാറ്റിയതുപോലെ, കിഫ്ബിയുടെ പേര് മാറ്റുകയോ വല്ലതും ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞിട്ട് കിഫ്ബി എന്ന സംവിധാനത്തെ ഇല്ലാതെയാക്കാൻ ഈ ഗവൺമെന്റിന് കഴിയില്ല. അതിന് വേറൊരു പേര് ഇൻവെസ്റ്റ് കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഇവിടെ വന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ് കേരളം എന്ന് പറയുന്നത് ഒരു മൂർത്തമായ ഒരു പദ്ധതിയല്ലല്ലോ, അതൊരു നിർദ്ദേശം മാത്രമാണ്. അതിലൂടെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രയോഗിക്കാൻ കഴിയണമെങ്കിൽ അതിനോടൊരു സംവിധാനം വേണ്ടേ? ആ ഇൻവെസ്റ്റ് കേരളം അല്ലേ, ആ ഇൻവെസ്റ്റ് കേരളം തന്നെയല്ലേ കിഫ്ബി പല വഴിക്ക് ബോണ്ടുകളായി സമാഹരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മസാല ബോണ്ടുകൾ വഴി, അതുപോലെ ബോണ്ട് മാർക്കറ്റിൽ നിന്ന് ലോങ് ടൈം ബോണ്ടുകൾ വഴി, KSFയുടെ പ്രവാസി ചിട്ടി വഴി ഒക്കെ സമാഹരിച്ചുകൊണ്ടിരുന്ന പണം ഇതൊക്കെ തന്നെയല്ലേ. ആ പണം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുക തന്നെയല്ലേ ചെയ്തു തരുന്നത്. മാത്രമല്ല, പ്രവാസി ചിട്ടിയുടെ ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു, വിദേശത്ത് UAEയിലും മറ്റും ഉള്ള മലയാളികളോട് അന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് തന്നെ, നിങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങളുടെ പണം ഇതിൽ മുടക്കൂ, നിങ്ങൾക്ക് ആ പണം തിരിച്ചു കിട്ടും, അതേസമയം കേരളത്തിന്റെ വികസനം നടക്കുകയും ചെയ്യും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്, ഇൻവെസ്റ്റ് കേരള തന്നെയാണ്. അത് സാക്ഷാത്കരിക്കാൻ ഉപയുക്തമായ ഏജൻസി ആയിരുന്നു കിഫ്ബി. ആ കിഫ്ബി എന്ന സംവിധാനത്തെ ഉപേക്ഷിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല. സർക്കാർ അത് ഉപേക്ഷിച്ചാൽ
പശ്ചാത്തല വികസനത്തിൽ കേരളം ബഹുദൂരം പിന്നിൽ പോകുന്ന, വർഷങ്ങളോളം പിന്നിൽ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അതിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വരുന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഇനിയും ഏറെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതിൻ്റെ സമയത്തിൻ്റേതായ പരിമിതിയുണ്ട്. പക്ഷേ വേറൊരു വിഷയം, ഇപ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതുക്കൽ ബഡ്ജറ്റാണ്, ഒരു പുതുക്കിയ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ ഒരു പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ നമുക്ക് അടുത്ത ഈ ഫെബ്രുവരി വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് അവർക്ക് തന്നെ ഒരു കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാവുക. പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിറക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ? ഒരു ദിശാബോധം, ഒരു വികസനോന്മുഖമായൊരു ബഡ്ജറ്റാണ് ഇതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമ പദ്ധതികളെയും വികസനത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ ബഡ്ജറ്റ് എന്നാണ് വി.ഡി. സതീശൻ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു തോന്നലിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അല്ലെ, കേരളത്തിൻ്റെ UDF-ന് പോലും ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു സവിശേഷതയാണ് ഈ പറയുന്ന വികസനവും ക്ഷേമവും എന്നുള്ളത്. കാരണം ക്ഷേമ പദ്ധതികളെ കൈവെടിഞ്ഞുകൊണ്ട് UDF-ന് മുമ്പോട്ട് പോകാൻ പറ്റുമായിരുന്നോ? ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഇത് രണ്ടും കേരളത്തിന്റെ എല്ലാ ബജറ്റുകളുടെയും ഊന്നലാണ്. അതിന് ആ തരത്തിലൊരു ഊന്നൽ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുത്ത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ ബജറ്റിനെ സംബന്ധിച്ച് ഇവിടെ ക്ഷേമം എന്ന് പറയുന്നതിന് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇതൊരു പുതുക്കിയ ബജറ്റാണ്. മുൻ ബജറ്റിൽ ആ ഊന്നലുകളെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അതുകൊണ്ട് ഈ ബജറ്റിൽ നിന്ന് അതിനെ സംബന്ധിച്ചൊരു സമീപനം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല. പക്ഷേ മറ്റ് ചില സൂചനകൾ ഇതിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഒന്ന്, നേരത്തെ നമ്മൾ ഈ ചർച്ചയിൽ പല ഘട്ടങ്ങളിൽ സൂചിപ്പിച്ച ചില പ്രശ്നങ്ങൾ. അതിലേറ്റവും അപകടകരമായി ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിന് അർഹമായ വിഹിതം വാങ്ങിച്ചെടുക്കുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി ഈ ബജറ്റിൽ എവിടെയും പ്രകടമാകുന്നില്ല. അതായത് അതിനൊരു പോരാട്ടം, അതൊരു രാഷ്ട്രീയമായ പോരാട്ടമാണ് വേണ്ടി വരുന്നതെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അണിനിരന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമല്ലേ അക്കാര്യത്തിൽ വേണ്ടത്. കാരണം ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അർഹിക്കുന്ന, അവർക്ക് അവകാശപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇച്ഛാശക്തി ഇതിൽ കാണുന്നില്ല എന്നുള്ളത് അപകടകരമായ സൂചനയാണ്. അതായത് കേന്ദ്രത്തിന്റെ വിവേചനത്തിന് നമ്മൾ വഴങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിവേചനത്തോടൊരു ഒത്തുതീർപ്പപരമായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ഒന്ന്. മറ്റൊരു അപകടകരമായ സൂചന എന്താണെന്ന് വെച്ചാൽ, അരുൺ ജെയ്റ്റ്ലിയുടെ നിഴലാട്ടം ഈ ബജറ്റിൽ പ്രകടമായും കാണുന്നു. പ്രത്യേകിച്ചും പ്ലാനിംഗ് ബോർഡിനെ തിങ്ക് ടാങ്ക് ആക്കി മാറ്റാൻ ഉള്ള നീക്കം എന്ന കാര്യത്തിൽ. മൂന്നാമത്, മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പല നിർദ്ദേശങ്ങളും, അതായത് ചില പേരുകൾ ഒക്കെ കേൾക്കുമ്പോൾ ഈ പറയുന്ന നമ്മുടെ മിഷൻ സമുദ്ര, അതുപോലെ ഏവിയേഷൻ ഹബ്ബ്, ഇങ്ങനെ കുറെ പേരുകൾ ഒക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം നിർമ്മലാ സീതാരാമന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ഒരു സംശയം നമുക്ക് തോന്നിപ്പോകും. നമുക്ക് യൂണിയൻ ബജറ്റിന്റെ സവിശേഷത നമുക്കറിയാമല്ലോ. സ്റ്റാൻഡപ്പിന്റെയും സിറ്റ് ഔട്ടിന്റെയും ഒക്കെ പോലെ ഇങ്ങനെ വായ്ത്താരികൾ ഇഷ്ടം പോലെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളം കൈവരിച്ച ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂപരിഷ്കരണം. ആ ഭൂപരിഷ്കരണത്തിന്റെ സത്ത ചോർത്താനാണോ ഒരു ഭൂപരിഷ്കരണം 2, അതോടൊപ്പം ലാൻഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക്, അതുപോലെ ലാൻഡ് മാനേജ്മെന്റ് പോളിസി, ഇങ്ങനെയൊക്കെ ചില കാര്യം എന്നെ സംബന്ധിച്ച് വിശദമായി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അത് കേരളത്തിൻ്റെ ഈ ഭൂപരിഷ്കരണം എന്ന കേരളം കൈവരിച്ച മഹത്തായ നേട്ടത്തെ റദ്ദ് ചെയ്യുന്നതിനുള്ള ഒരു നീക്കമായി മാറുമോ എന്നുള്ള ആശങ്ക മറ്റൊന്ന്. ഭാഗത്ത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ഭൂപരിഷ്കരണം 2.0 എന്നിട്ടുള്ള ഭാഗത്ത് പറയുന്നത്. യഥാർത്ഥത്തിൽ വ്യവസായങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കുന്നതിനെ കുറിച്ചല്ല. ഭൂപരിഷ്കരണം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഭൂപരിഷ്കരണത്തിന്റെ സത്ത മുഴുവൻ റദ്ദ് ചെയ്യുന്നതാവില്ലേ അതെന്നുള്ളതാണ് എൻ്റെ സംശയം. അതുപോലെ മറ്റൊന്ന്, നേരത്തെ നമ്മൾ വിശദമായി ചർച്ച ചെയ്ത ഒന്നാണ് മിഷൻ സമുദ്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ. അതായത് കേരളത്തിന്റെ വിഭവങ്ങൾ, കേരളത്തിന്റെ സാധ്യതകൾ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അവസരങ്ങൾ, ഇതൊക്കെ അത് ഈ പറയുന്ന കുത്തകകളായിട്ടുള്ള വ്യവസായികൾക്ക് അവർക്ക് ഒരു എൻട്രി കൊടുക്കുന്നതിനുള്ള ഒരു താല്പര്യം അത് ഈ ബജറ്റിൽ എവിടേക്കോ നമുക്ക് കാണാൻ കഴിയും. അതും അപകടകരമായ നീക്കമാണ് എന്ന കാര്യത്തിൽ
നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ ആരോഗ്യം, വിദ്യാഭ്യാസം, ഈ 2 മേഖലകൾ ഇൻവെസ്റ്റ്മെന്റ് വൻതോതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇത് രണ്ടിനെയും കച്ചവടമാക്കാൻ ഉള്ള താല്പര്യവും നേരത്തെ പറഞ്ഞ ഒരു നിർദ്ദേശം അത് അതിൻ്റെ വരികൾക്കിടയിൽ വായിച്ചാൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അർത്ഥഗർഭമായ ചില നിശബ്ദതകളുണ്ട് ബജറ്റിൽ. ലൈഫ് മിഷൻ എന്ന പദ്ധതിയെക്കുറിച്ച് എവിടെയും പരാമർശിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് ഭവന പദ്ധതി എന്നുള്ളത് പറയുന്നുണ്ട്. അവിടെയുള്ള പ്രശ്നം, ലൈഫ് മിഷൻ എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും മത്സ്യ മേഖലയിലുള്ള ആളുകൾക്കും ഒക്കെ ഉപയുക്തമാകുന്നത് തന്നെയായിരുന്നു. കാരണം ലൈഫ് മിഷന്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന അതാത് പ്രദേശത്തെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളാണ്, തദ്ദേശ സ്ഥാപനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും അതുപോലെ മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്കും ഒക്കെ അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ ഡാറ്റയിൽ നിന്ന് തന്നെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് ലൈഫ് മിഷനെ കുറിച്ച് മിണ്ടാതിരിക്കുകയും മത്സ്യമേഖലയ്ക്ക് മാത്രമായ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൽ അതിൽ ഒരു ഉദ്ദേശശുദ്ധിയില്ലായ്മ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ ഉള്ള അനവധി മൗനങ്ങൾ ഈ ബജറ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവയും അപകട സൂചനകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ ഒരു പല കാര്യങ്ങളിലും ക്ലാരിറ്റി വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഒന്നാമത്തത്, ഇതൊരു പുതുക്കിയ ബജറ്റാണ്. എങ്കിലും അതിലൊരു ഡിറക്ഷൻ, നേരത്തെ പ്രസാദ് സാർ പറഞ്ഞതുപോലെ ഒരു പുതിയൊരു ദിശ വരുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണ ബജറ്റിലേക്ക് വരികയോ അല്ലെങ്കിൽ ഇവരുടെ പോളിസി മേക്കിങ്ങിലൂടെ മാത്രമാണ് നമുക്കത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ചില ആശങ്കകൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കാം. എന്തായിരുന്നാലും നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ഈ ബജറ്റിന്റെ ഒരു സത്ത നെഹ്റുവിയൻ സോഷ്യലിസം അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകളും രാഷ്ട്രീയമായ കുറേ പ്രശ്നങ്ങൾ, പക്ഷേ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി പറയാതിരിക്കുന്നതിൻ്റെ വിഷയങ്ങളും ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചുകൂടെ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ പുതിയ ബജറ്റ്, സമ്പൂർണ്ണമായ ബജറ്റ് വരുമ്പോൾ മാത്രമാണ് നമുക്കതിൽ വ്യക്തത വരികയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പറയുന്ന ഇത് പലതും സ്വപ്ന പദ്ധതികളാണ്. യഥാർത്ഥത്തിൽ വി ഡി സതീശൻ തന്നെ പറയുന്ന ഒരു സ്വപ്ന പദ്ധതികൾ ഞാൻ അവതരിപ്പിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്വപ്ന പദ്ധതികളാണോ, യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെ, യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്താകുമെന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ പങ്കെടുത്തത് നന്ദി. നമസ്കാരം.